ബാക്ക് ടു NKL പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളി ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷനാണ്. നമുക്ക് ഒരു 5 എഫക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതാ. ഇതുപോലെ കുറച്ച് ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ എഡിറ്റ് സിമ്പിൾ ആവുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ലാഗ് കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്കാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ്റെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ അതിൽ ആംഗിൾ വന്ന് 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രീക്വൻസി വന്ന് നമ്മളൊരു 6.10. ഓക്കെ, 6.10 ഹെർട്സ് സെറ്റ് ചെയ്യുക. ശേഷം മാഗ്നിറ്റ്യൂഡിലേക്ക് വന്നാൽ നമ്മളിതിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 185 സെറ്റ് ചെയ്യുക. ഓക്കെ, 185 സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് കറക്റ്റ് ഈ ഒരു ഗ്രാഫ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഈ ഒരു ഗ്രാഫ് ഒന്നൊന്ന് കോപ്പി ചെയ്തെടുക്കുക. ബാക്ക് വരാം. ഓക്കെ, ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു വേവ് വാപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വേവ് വാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫേസിൽ നമുക്ക് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ എൻഡിലായിട്ട് വന്നൊരു കീ ഫ്രെയിം. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഓക്കെ, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 1.00 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയുള്ള ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കർവ് സെറ്റ് ചെയ്യാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ ആംഗിളിൽ വരാം. ആംഗിളിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ ഒരു -38 സെറ്റ് ചെയ്യുക. -38 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മളിവിടെ സ്പേസിങ്ങിൽ വരാം. സ്പേസിങ്ങിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ഒരു 9.5 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം മാഗ്നിറ്റ്യൂഡിൽ വരാം. മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ ലാസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ, അതായത് എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 4.5 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ഫേസിൽ ആഡ് ചെയ്ത് അതേ ഗ്രാഫ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡിലും ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും എഫക്റ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. 3 എഫക്റ്റാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വേവ് വാർപ്പിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതൊന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, അത് കോപ്പി ചെയ്യുന്നതിന് നോക്കട്ടെ. നമ്മളിവിടെ താഴേക്ക് വന്നാൽ വാർപ്പ് ആംഗിൾ എന്ന് പറഞ്ഞാണ്. വാർപ്പ് ആംഗിൾ നമ്മൾ 45 ആക്കി കൊടുക്കണം. ഓക്കെ, വാർപ്പ് ആംഗിൾ നമ്മൾ 45 ആക്കി കൊടുക്കണം. അപ്പോൾ വാർപ്പ് ആംഗിൾ -45 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 വേവ് വാർപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ, അതായത് താഴെയുള്ള ആ ഒരു വേവ് വാർപ്പിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ ആംഗിൾ വന്ന് നമ്മൾ നേരത്തെ ചെയ്തത് -35 ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് 35ലേക്ക് സെറ്റ് ചെയ്യുക ആ ഒരു ആംഗിൾ.
38ലേക്ക് 35 അല്ല നമ്മൾ ചെയ്ത് 38 ആണ്. നേരത്തേതിൽ -38ഉം ഇതിൽ 38. ഓക്കെ, വേറെ മാറ്റമൊന്നും വരുത്തണ്ട. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലോഷർ സെറ്റ് ചെയ്യാവുന്നതാണ്. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ അധികം ബോറാവാത്ത രീതിയിൽ ഒരു 0.65 ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓസിലേറ്റിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ ആഡ് ചെയ്ത് അതേ ഗ്രാഫ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്ലോഷർ ആൻഡ് ഗാമക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മുടെ ലാസ്റ്റ് എഫക്റ്റാണ് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അതിന് ആഡ് എഫക്റ്റ് പോവാം, ബ്ലർ പോയിട്ട് ഈ ഒരു മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. അത് ഓപ്ഷനിലായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു 3.10 സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയതാ. ഇതാണ് നമ്മൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, വാപ്പി സ്റ്റൈൽ ട്രാൻസിഷൻ. നമുക്കിതൊന്ന് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് മറ്റുള്ളതിലേക്കൊക്കെ ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എല്ലാ എഫക്റ്റും കോപ്പി ചെയ്തിട്ട് അടുത്തതിലൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മോഷൻ ബ്ലർ കൂടുതലായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് വാല്യൂ തന്നെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ ബോറാവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു ട്രാൻസിഷൻ ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്. നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ട്യൂട്ടോറിയൽ തന്നെ ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്ക് റീച്ച് കുറവാണ്. വീഡിയോ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടത്ര വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് മെസ്സേജ് അയച്ചോ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. NKL എഡിറ്റ് സൈനിങ് ഓഫ്.